ഇത് റമദാനിൽ ഭക്ഷണം കുറച്ച്, ജീവിത ചെലവുകൾ കുറച്ച്, ആത്മീയത വർദ്ധിപ്പിച്ച് അള്ളാഹുലേക്ക് അടുക്കേണ്ട ഒരു മാസമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രവണത, റമദാനിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ഒരു അവസ്ഥ, ഏറ്റവും കൂടുതൽ ഭക്ഷണം പാകം ചെയ്യപ്പെടുന്നൊരവസ്ഥ, റമദാനിൽ ചെലവ് വർദ്ധിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുമ്പോൾ റമദാനിൽ പ്രത്യേകമായൊരു അലവൻസ്, ഒരു ഏറെ അയച്ചു കൊടുത്തേ പറ്റൂ. റമദാൻ ഒരു ഭക്ഷണത്തിൻ്റെ കാലമാണോ എന്ന് തോന്നിപ്പോകുന്നു. സത്യത്തിൽ നേരെ മറിച്ചാണ്. നമ്മുടെ വീടുകളിൽ ഏറ്റവും ചിലവ് കുറയേണ്ട മാസം അതാണ്. നമ്മൾ ഭക്ഷണത്തിൻ്റെ അളവ് ഏറ്റവും കുറയേണ്ട മാസം അതാണ്. നമ്മളിനി ഇഫ്താർ പാർട്ടികൾ സംഘടിപ്പിച്ചാൽ പോലും ഇപ്പോൾ റമദാനിലൊക്കെ ആരാണ് ഇത്രയും കൂടുതൽ വാരി വരിച്ച് തിന്നാൻ കഴിയുന്നത്? കഴിഞ്ഞാൽ തന്നെ പാടുള്ളതല്ലല്ലോ. അത് ആരോഗ്യത്തിന് തന്നെ ഹാനികരമാണ്. നമ്മളൊരു ദിവസം മുഴുവൻ ഓൾമോസ്റ്റ് 10 to 12 hours നമ്മൾ ഫാസ്റ്റിംഗ് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിഞ്ഞത് എത്ര ഹാനികരമാണ് ശരീരത്തിന്. അങ്ങനെയെങ്കിൽ വിശുദ്ധ റമദാനിലെ 30 ദിവസത്തെ വ്രതാനുഷ്ഠാനം കഴിഞ്ഞ് ഒരാൾക്ക് 5 കിലോയോ 10 കിലോയൊക്കെ ശരീരം വർദ്ധിക്കുകയാണെങ്കിൽ സത്യത്തിൽ റമദാനിൽ നിന്ന് രക്ഷീകരിക്കപ്പെട്ട, അതിൽ നിന്ന് ഒരുപാട് നമ്മൾ അകന്നുപോയി. സ്ത്രീകൾ ഒരുപാട് ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട്, മുഴുവൻ സമയവും ഭക്ഷണത്തിലാണ് നഷ്ടപ്പെടുന്നത്. അവർക്ക് നോമ്പിൻ്റെ സമയത്ത് ഖുർആൻ ഓതാൻ സമയമല്ല, അവർക്ക് നല്ല കാര്യങ്ങൾ പഠിക്കാൻ സമയമല്ല, ഒരൽപ്പം ദിക്ർ ചൊല്ലാൻ സമയമല്ല. എന്ത്? അടുക്കളയിൽ ബിസിയാണ്. അതുകൊണ്ട് പുരുഷന്മാർ, വീട്ടിലെ കാരണവന്മാർ, സ്ത്രീകൾക്ക് മിനിമം ജോലി കൊടുക്കേണ്ട സമയമാണത്. ഭക്ഷണം മിനിമം മതി, വളരെ കുറച്ച് ഭക്ഷണം അതൊന്ന് ഒതുക്കി നിർത്താം. ഒരുപാട് മാംസ ആഹാരങ്ങൾ, ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, മാംസത്തിന് ലഹരിയുണ്ടെന്നാണ്. മദ്യത്തിന് ലഹരിയുള്ള പോലെ മാംസത്തിന് ഒരു തരം ലഹരിയുണ്ട്, അത് മുസ്ലിമിന് പിടികൂടാൻ പാടില്ല. നമ്മൾ ഒരുപാട് മാംസം കഴിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമീങ്ങൾ പ്രത്യേകിച്ച് തിങ്ങി താമസിക്കുന്ന മേഖലകളിലൊക്കെ ഒരുപാട് ഭക്ഷണത്തിൻ്റെ വില വർദ്ധിക്കുന്നുണ്ട്, ചെലവ് വർദ്ധിക്കുന്നുണ്ട്, ഒരുപാട് പൈസ വേസ്റ്റ് ആവുന്നുണ്ട്. ഭക്ഷണം ഒരുപാട് വിളമ്പിക്കൂട്ടുകയാണ് പെണ്ണുങ്ങൾ. ഇത് കഴിക്കാൻ പറ്റുമോ? പുരുഷന്മാർ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുന്നതും കാണാം. പക്ഷെ അത് ചെയ്തുകൂടാ. ഈ റമദാനിലെങ്കിലും നമ്മൾ ഭക്ഷണം ഒന്ന് മിനിമൈസ് ചെയ്യുക. നമ്മുടെ അങ്ങാടി നിലവാരങ്ങളൊക്കെ ഒരുപക്ഷെ വിലക്കുറവുണ്ടാവാൻ ഇത് കാരണമായേക്കും. നമ്മളൊക്കെ എല്ലാ വീടുകളിലും ഭക്ഷണം ഒന്ന് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും നല്ല ആരോഗ്യാവസ്ഥ, റമദാൻ കഴിഞ്ഞാലും റമദാനിൻ്റെ മുമ്പും, നമ്മൾ വയറിൻ്റെ 1/3 ഭക്ഷണത്തിന്, 1/3 വെള്ളത്തിന്, 1/3 ശ്വാസോച്ഛ്വാസത്തിന്. നാം വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുന്നവരും ഭക്ഷണം കഴിച്ചാൽ വയറ് നിറക്കാത്തവരുമാണ്. ഈ ഹദീസ് നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മൾ കൊണ്ടു നടന്നാൽ ഒരുപക്ഷെ ആരോഗ്യകരമായ നമ്മുടെ നിലനിൽപ്പിന് അത് തന്നെ